ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അതായത് കുമ്പളപ്പം. ഞങ്ങൾ കൊല്ലക്കാർ ഇതിനെ തെരളിയപ്പം, വയനയിലയപ്പം എന്നൊക്കെ പറയും. എന്നാൽ കൂടുതലും സ്ഥലങ്ങളിൽ ഇതിനെ കുമ്പളപ്പം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുമ്പളപ്പം എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഇലയുടെ പേര് വയനയില എന്നാണ് പറയുന്നത്. ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക മണം തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനാവശ്യമായ എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. 1 കിലോ ഗോതമ്പ് മാവ്, 750 ഗ്രാം ശർക്കര, 1/2 കിലോ പഴം, അതിനാവശ്യമായ ഇല വയനയില, കൊത്തി കഴിഞ്ഞ തേങ്ങ, ഏലക്ക, ഈർക്കില്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. 1/2 മുറി തേങ്ങ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. തിരികെ വേണമെങ്കിലും ഇടാം. ഇത് ഞാൻ അരിഞ്ഞാണ് എടുക്കുന്നത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. കണ്ട ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് തെരളിയപ്പം. നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. കാര്യം എനിക്കിത് അവല് നനയ്ക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചേക്കും. അവല് നനയ്ക്കുമ്പോൾ ഇതെടുക്കും. സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് തിളച്ച് മറിഞ്ഞ് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്പൂണിൻ്റെ അവിടം വരെ ഇത് തിളച്ച് വരത്തോളൂ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട്, ഇത് ചെയ്യാൻ ആവശ്യമായ പാത്രത്തിനകത്തോട്ട് അഴിച്ചൊഴിച്ച് വെച്ചേക്കാം. അതിനായിട്ട് നമുക്ക് 1/2 കിലോ പഴം എടുത്തത് ഞാൻ ഈ മിക്സിയിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ആദ്യം തന്നെ ഇടുന്നത് ഇത് ചളിക്കാതിരിക്കാനാണ്. ഇത് നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ പഴം ചേർക്കുമ്പം പെട്ടെന്ന് ചീത്തയാവും. ഇതാകുമ്പോൾ ചീത്തയാവത്തില്ല, കേടുകൂടാതിരിക്കും. ഇത് കൂടുതലും പഴവുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും. അതിനായിട്ട് 1 നുള്ളു ഉപ്പും ഇട്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവ് കുറേശ്ശെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് എന്തെങ്കിലും വെച്ച് ഇളക്കിയെടുക്കാം. നമ്മൾ അരി ഉറട്ടിക്ക് നമ്മൾ മാവ് കിണ്ടിയെടുക്കുമല്ലോ, അതുപോലെ കിണ്ടിയെടുക്കാം. ഒരുപാടടുത്തുനിന്ന് ഞാനിത് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം മാവ് കണക്കിരിക്കും. അത് നമ്മൾ ഇങ്ങനെ കിണ്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പകുതി വേവ് ഇങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ മധുരമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് നോക്കാനും പറ്റും. പകുതി വേവായതാണ്. ഈ പരുവത്തിൽ വേണം ഇതെടുക്കാൻ. ഇനി നമുക്ക് ഇതിനേക്കുള്ള ഇല കോട്ടിയെടുക്കാം. ചിലരിത് അരിമാവിനകത്തൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും അനുയോജ്യം ഗോതമ്പ് തന്നെ എടുക്കണം. ഗോതമ്പ് മാവിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഏത് പഴത്തിലും എടുക്കാം. എന്നാൽ ഏറ്റവും നല്ലത് പാളയംതോടൻ പഴമാണ്. എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് നിറച്ച് വെക്കാം.
എല്ലാ ഇലയിലും നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി ഇഡലി പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ബാക്കി വന്ന ഇല 2-3 ഇല അതിനകത്ത് ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ മണവും കൂടെ ഇതിന് കിട്ടും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കണം.